ഇന്നെന്റെ ഫാമിലി റൗണ്ടാ. വിളിച്ചിട്ട് വാ എല്ലാരും. ജിംഗിൾ ജിംഗിൾ ബെൽ. ഒരു മോളേ ഉള്ളൂ. എന്തിനാ കൂടുതൽ? ഈ ഒരൊറ്റ ഒരു ചിമിട്ട് മതിയല്ലോ വരണേ. ചിമിട്ടോ? നീ അമ്മൂമ്മ. അമ്മൂമ്മയോ? ദേ ഇവിടെ ഇരിക്കുന്ന ആരാന്ന് കണ്ടോ? ഈ മകൾ നിങ്ങളുടെ ജീവിതങ്ങൾ ആ സംഗീതത്താൽ തീർച്ചയായിട്ടും ഓടി പിടിപ്പിക്കാൻ പോവാണ്, ഒരു സംശയം. എന്തായാലും എന്റെ അമ്മൂമ്മ കൊണ്ട് തന്ന ക്രിസ്മസിന് വണക്കം. സൂപ്പറായിരുന്നു പറഞ്ഞ സൂപ്പറായിരുന്നു. ഉണ്ണിയേശു പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര സംഭവം കേട്ടോ. Welcome to Cutie the Beauties of Top Singer, presented by Mahalakshmi Silks, powered by iTex Dazzler Luminous Liquid Makeup. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വെൽക്കം എം ജി അങ്കിൾ. വെൽക്കം എം ജി അങ്കിൾ. വെൽക്കം സിതാര ചേച്ചി. നമ്മുടെ പ്രിയപ്പെട്ട ടോപ്പ് ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് ടോപ്പ് സിംഗറിന്റെ ഈ വേദിയിൽ ഇനി പാടാനായി എത്തുന്നത് കോട്ടയത്ത് നിന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഗായിക സീതാലക്ഷ്മി. വെൽക്കം സീതാലക്ഷ്മി ഓൺ സ്റ്റേജ്. ഫേവറേറ്റ് റൗണ്ടിൽ ഞാനിന്ന് പാടാൻ പോകുന്നത് ചാമരം എന്ന സിനിമയിലെ ജാനകി അമ്മ പാടിയ നാഥ നീവരും കാലൊച്ച കേൾക്കുവാൻ എന്ന് പറഞ്ഞ പാട്ടാണ്. നിങ്ങൾക്കറിയാലോ, ഞാൻ ജാനകി അമ്മയുടെ പാട്ടുകളാണ് കൂടുതലും പാടാൻ ഇഷ്ടമുള്ളതും പാടുന്നതും. അപ്പം കഴിഞ്ഞ റൗണ്ടിൽ ജയചന്ദ്രൻ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു റൗണ്ട് വരികയാണെങ്കിൽ ഈ പാട്ട് പാടണം. ഞാൻ ഈ പാട്ട് പാടാൻ കാത്തിരിക്കുകയായിരുന്നു. ജാനകിയമ്മ നല്ല ഫീലോട് കൂടിയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. അതുപോലെ ഞാൻ പാടാൻ ശ്രമിക്കും. സീതക്കുട്ടി, എന്തോ എന്തൊക്കെയാണ് വിശേഷം? സുഖം. സുഖമായിട്ടിരിക്കണം. ഓക്കെ. സീതപക്ഷി സീതപക്ഷി. ഇവിടെ ഒരുപാട് തീം സോങ്ങുകളുണ്ടല്ലേ. ഇന്ന് ഏതാണ് സീത പാട്ട്? നാഥ നീവരും കാലൊച്ച കേൾക്കുക. ആഹാ, മനസ്സിപ്പോഴേ കുളിർന്നു. സൂപ്പർ സോങ്, നന്നായിട്ട് പാടും. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാടും കേട്ടോ. താങ്ക് യു.
എന്തു പറയാൻ എന്തു പറഞ്ഞെടുക്കാൻ നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു താവകവീതിയിൽ ഇമ്മിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ. സുന്ദരിക്കുട്ടി എന്തോ നന്നായിട്ട് പാടിട്ടോ. താങ്ക് യു. ചോദിച്ചു നോക്കാവേ. സബാഷ്. താങ്ക് യു. ഒരുപാട് പ്രാവശ്യം പറഞ്ഞ പോരാ. സബാഷ് സബാഷ്. താങ്ക് യു സർ. വാട്ട് എ സോങ് ഇറ്റ് ഈസ്. ഓരോ പ്രാവശ്യം കേൾക്കും തോറും പുതിയ പുതിയ രൂപങ്ങളിലും ഭാവങ്ങളിലും ഈ പാട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കും. ക്ലാസിക്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പൂവച്ചൽ ഖാദർ സാറും MG രാധാകൃഷ്ണൻ. ഓ, ജാനകിയമ്മ മധുരമാണ്. മധുരം എന്ന് വിളിപ്പിക്കൊണ്ടിരിക്കുക. ആ മാധുര്യം സീതാലക്ഷ്മിക്ക് കഴിയുന്ന രീതിയിൽ സീതാലക്ഷ്മിയുടെ ടാലന്റിനനുസരിച്ച് സീതാലക്ഷ്മിയുടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി ഗുഡ്. താങ്ക് യു. ഈ പാട്ടിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത് എന്നെക്കാൾ കൂടുതൽ ശ്രീമാറേട്ടനായിരിക്കും പറയാൻ പറ്റുന്നത്. ഇപ്പോൾ ശ്രീമാറേട്ടന് പാസ് ചെയ്യുന്നു കമന്ററി. ശ്രീമാറേട്ടൻ. സീതാലക്ഷ്മി എന്തോ നന്നായിട്ട് പാടിയിട്ടു. താങ്ക് യു സർ. എക്സലൻസ്. നന്നായിട്ട് പാടി. വേറെ പാട്ടിനകത്തുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് ഞാൻ പറയുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നന്നായിരുന്നു. കാരണം കുറേ പോർഷൻസ് ചെറിയത് അതൊന്നും ഇഗ്നോറബിൾ ആണ്. കാരണം വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നന്നായിരുന്നു. ഒരു വരി തെറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് അവിടെ? എന്തു പറഞ്ഞെടുക്കാൻ. എടുക്കാനല്ല, അടുക്കാൻ. അടുക്കാൻ. അതിനകത്ത് ഒരുപാട് അർത്ഥമുണ്ട്. എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ സ്നേഹിതൻ്റെ അടുത്ത് അടുക്കുന്നത് എന്ന് ആ പടം കണ്ടുണ്ടോ? ഇല്ല. ഭരതേട്ടൻ്റെ പടമാണ്. അതൊന്ന് കാണേണ്ട ചിത്രമാണ്. അപ്പോൾ എന്ത് പറഞ്ഞടുക്കാൻ എന്നാണ്. എടുക്കാൻ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞിട്ട് എന്തോ എടുക്കാനാണ്? ഒന്നും എടുക്കാനില്ല. അപ്പോൾ അടുക്കാൻ എന്നാണ് പാടേണ്ടത്. അത് ശ്രദ്ധിച്ചോളൂ വരികൾ. ഇത് സത്യം പറഞ്ഞാൽ ഇത് റെക്കോർഡ് ചെയ്യാൻ നേരത്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മദ്രാസ് കാണണം. മദ്രാസിൽ എങ്ങനെയാണ് റെക്കോർഡിംഗ് എന്ന് കാണണം. അന്ന് വരെ തരങ്ങിണി സ്റ്റുഡിയോയിൽ മാത്രമായിരുന്നു ഈ റെക്കോർഡിങ് ട്രിവാൻഡ്രത്തുള്ളത്. പിന്നെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ ഒരു ടിക്കറ്റ് എടുത്ത്, അതായത് 3rd ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും കൂടി ഇരിക്കുന്നത്. എണ്ണീറ്റ് കഴിഞ്ഞാൽ പ്രശ്നമാവും, പിന്നെ സീറ്റ് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ആ സീറ്റിൽ ഇരുന്നിട്ട് മദ്രാസിൽ പോയി ഇറങ്ങി ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഞാൻ അവിടെ ഒരു സ്ഥലമുണ്ട്, കോമൺ ആയിട്ട് എല്ലാവരും താമസിക്കുന്ന ഒരു ഡോർമിറ്ററി പോലൊരു സ്ഥലം. അവിടെ പോയി കിടന്നിട്ട്, അപ്പോൾ ചേട്ടനൊക്കെ ഫ്ലൈറ്റിൽ പോയി, ബാക്കി അവരൊക്കെ പോയി. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടത്തില്ല, ട്രെയിൻ ടിക്കറ്റ് കിട്ടിയ തന്നെ ഭാഗ്യം. പോയി അവിടെ കണ്ടു. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് അവിടുത്തെ തരങ്ങിണി സ്റ്റുഡിയോ ഉണ്ട്. ഇവിടെ മദ്രാസിൽ ദാസേട്ടനൊരു തരങ്ങിണി സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ആ സ്റ്റുഡിയോയിലാണ് ഈ പാട്ടെടുത്തത്. ഈ പാട്ടെടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ് ജാനകിയമ്മ വരുന്നതും ചേട്ടൻ പഠിപ്പിക്കുന്നതും ഭരതേട്ടൻ അതിൻ്റെ സിറ്റുവേഷൻസ് പറഞ്ഞു കൊടുക്കുന്നതും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിനുശേഷം എന്നെ വിസ്മയിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാലത്ത് ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് ഇപ്പോഴത്തെ പോലെ നേരത്തെ ട്യൂൺ ചെയ്യുകയോ അല്ല നേരത്തെ BGM സ്കോർ ചെയ്യുകയോ ഒന്നുമല്ല, ആ മൂമെൻറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടനൊരു ഐഡിയ, ഒരു മെലിഞ്ഞ ഒരാൾ ഈ പല്ലിൻ്റെ ഇവിടെ ഈ 2 പല്ല് രാഗിയിട്ടുണ്ട്, ഇവിടെ രാഗിയിട്ടുണ്ട് കാറ്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് ആരാണെന്ന് ചോദിച്ചു. ഗുണത് സിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറഞ്ഞു. അദ്ദേഹം വൺ ഓഫ് ദ ഇൻ്റർനാഷണൽ ഫ്ലൂട്ടിസ്റ്റാണ്. അതായത് അദ്ദേഹമാണ് ഈ BGM വായിച്ചിരിക്കുന്നത്. ഒന്ന് വായിച്ചേ. പിന്നെ അത് ഇതാണല്ലേ. അപ്പോൾ ഇതുപോലെ അദ്ദേഹം മുട്ടായി പോലെ വായിക്കുന്നത് കേട്ടു. പിന്നാണ് എനിക്ക് മനസ്സിലായ ഇദ്ദേഹം എനിക്ക് ആദ്യം ആയിരുന്നെന്ന് പറഞ്ഞൂടെ, അദ്ദേഹമാണ് ഇതിൻ്റെ BGMസും കമ്പോസ് ചെയ്തിരിക്കുന്നത്. BGMs ചേട്ടന് ഒരുവിധം ഔട്ട്ലൈൻ ഇങ്ങനെയൊക്കെ വേണം എന്ന് പറഞ്ഞല്ലാതെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കംപ്ലീറ്റ് അദ്ദേഹമാണ്.
അങ്ങനെ ആ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഈ ഇപ്പോഴത്തെ പോലെ വലിയ ഫെസിലിറ്റി ഒന്നുമില്ല. ചെറിയൊരു ഡെക്ക് പോലത്തെ ഒരു സാധനത്തിൽ 3-4 തിരിക്കുന്ന സാധനമുണ്ട്, ഈ അടപ്പ് തിരിക്കുന്ന പോലെ. അതിലൊക്കെയാണ് ഇത്രയും ആർട്ടിസ്റ്റുകൾ വയലിൻസും ബാക്കി ഇതെല്ലാം റെക്കോർഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടും പിന്നെ ഒരുപാട് തമാശ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഈ വേദി പറഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. അപ്പം എന്തായാലും അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് ഞാൻ മദ്രാസിൽ പോയിട്ട് റെക്കോർഡിങ് ഇത് കേട്ടിട്ട് പിന്നെ ഒറ്റ ബോക്സാണ്, ഈ സ്റ്റീരിയോ ഒന്നുമില്ല, ഒരു ബോക്സിൽ കൂടെയാണ് ഈ പാട്ടെല്ലാം കേൾക്കുന്നത്. ജാനകിയമ്മയൊക്കെ ഒറ്റ ടേക്കാണ്. അന്ന് കാലത്ത് 7 to 1 2 to 9 എന്ന് പറഞ്ഞ 2 കോൾ ഷീറ്റാണ്. അതിൽ 7 മണിക്ക് സ്റ്റുഡിയോയിൽ പോയി ഒരു മണിക്ക് ആയപ്പോഴത്തേക്ക് പാട്ട് കഴിഞ്ഞ് ഫിനിഷ്. അന്ന് കാസറ്റിലെടുക്കുന്നു, ഭരതേട്ടന് കൊടുക്കുന്നു, ഭരതേട്ടൻ കാറ് പോകുന്നു. അതൊക്കെയാണ് ഒരു കാലം. ആ പാട്ടൊക്കെ മോക്ക് ഈ ടോപ്പ് സിംഗറിൽ പാടാൻ പറ്റിയതും ഭയങ്കര ഭാഗ്യമാണ്. മോള് നന്നായിട്ട് പാടി. താങ്ക് യു. സീതക്കുട്ടി എന്തോ അസലായിട്ട് പാടി. എന്താ സോങ് സെലക്ഷൻ? താങ്ക് യു. മോൾക്ക് വളരെയധികം പാടാൻ പറ്റുന്ന ഒരു പാട്ട്, അതായത് സീതക്കുട്ടിയുടെ ഒരു ടാലന്റിന് മോൾ ഇവിടെ എടുത്ത് കൊണ്ടുവന്ന് പാടേണ്ടുന്ന ഒരു പാട്ട്. അത് നമ്മളിപ്പോൾ ഒരു അടുത്ത സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ? ഇപ്പം പുതിയ റൗണ്ട്സ് ആയി. ഇപ്പം ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന റൗണ്ട്സ് ഒക്കെ മാറിയിട്ട് ഇതിപ്പോൾ ഫേവറേറ്റ് റൗണ്ടിലല്ലേ ഇത് സെലക്ട് ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്. അസലായിട്ട് പാടി. 2 സ്ഥലത്ത് ഉമിനീര് ഇറങ്ങിപ്പോയി അല്ലേ? അത് സാരില്ലടാ, അത് എല്ലാവർക്കും പറ്റണ ഒരു കാര്യമാണ്. പെട്ടെന്ന് വായ ഡ്രൈ ആകുമ്പോൾ ഇറങ്ങിപ്പോൾ സാരില്ല കേട്ടോ. ഒന്നും അറിഞ്ഞില്ല. സത്യത്തിൽ സീതക്കുട്ടി ഇങ്ങനെ ഒളി കണ്ടിട്ട് നോക്കിയോണ്ട് മാത്രം നമുക്ക് മനസ്സിലായത്. അനുപല്ലവിയും ചരണത്തിലൊക്കെ ചില പോർഷൻസ് എത്തിയിട്ടുണ്ടല്ലോ, ശരിക്കും ഗൂസ് ബംസ് അടിച്ചു. അങ്ങനെ നന്നായിട്ട് പാടി. സച്ച് എ വണ്ടർഫുൾ സിംഗർ സീത. താങ്ക് യു. എപ്പോഴും ഇതേമാതിരി ഭയങ്കര ഒരു ബ്ലെസ്സഡ് ആയിട്ടുള്ള കുട്ടിയായിട്ട് എപ്പോഴും പാടാൻ പറ്റട്ടെ. മോൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കൂ കേട്ടോ, ഫോർ ഷുവർ. കാരണം അത്ര നല്ലൊരു പാട്ടുകാരിയാണ്. സച്ച് എ ടാലന്റ്. ഗോഡ് ബ്ലെസ് യു. ബ്ലെസ് യു. 2 ഇടങ്ങളിൽ കുറച്ച് വ്യത്യാസമായിട്ട് പാടിയാൽ നന്നായിരിക്കും. എവിടെന്ന് ഞാൻ പറയാം. ചാമരം വീശി നിൽപ്പു അവസാനത്തെ, അതുപോലെ എന്തു പറഞ്ഞടുക്കാൻ. അവിടെ എങ്ങനെ പാടണം എന്ന് പറഞ്ഞാൽ, ഒരു അനോളജി പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ കുളിക്കാൻ ഷവറിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഭയങ്കര തണുത്ത വെള്ളം വന്ന് വീണാൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ അറിയാതെ ഒന്ന് ഷിവർ ചെയ്യും അല്ലേ? ആ ഷിവർ ഇവിടെ വേണം. ചാമരത്തിൽ അത് കൊണ്ടുവരാൻ പറ്റുമോ? ഇത്ര തണുപ്പേ ഉള്ളൂ. ഒരു എന്തോ ഒരു ചെറിയൊരു വിറയൽ വരില്ല നമുക്ക്. അപ്പൊ നമ്മൾ വിറച്ചിട്ട് ഭയങ്കര തണുപ്പാണെങ്കിൽ അത് വരട്ടെ. സബാഷ്. അപ്പൊ ഈ നായികക്ക് നാണം കൊണ്ടാണ് ഈ വിറയൽ വരുന്നത് കേട്ടോ, അല്ലാതെ ഷവറിന്റെ. പക്ഷെ പാടാനത് അങ്ങനെ ആലോചിച്ചാൽ സഹായിക്കും. അതുപോലെ എന്തു പറഞ്ഞെടുക്ക, എങ്ങനെ? പോരാ, നാണം വന്നില്ല. പോരാ. നാണം. ഭയങ്കര ടെക്നിക്കൽ സർ, സീരിയസ്ലി. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ പല കാര്യങ്ങളും പാടാൻ പറ്റും. മറ്റേ ചെളിക്കുത്ത് എന്നൊക്കെ പറയുന്നത്, അതുപോലെ നമുക്ക് പാടുന്നതിലും ഉണ്ട്. ജാനകിയമ്മ ഭയങ്കര ക്വീൻ അല്ലേ ഇങ്ങനത്തെ എക്സ്പ്രഷൻസിന്റെ. ഈ പാട്ടിലൊക്കെ ആ സംസാരിക്കുന്നത് ഒരു ടേക്ക് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ഭുതമാണ്. അയ്യോ ജാനകിയമ്മ നമസ്തേ നമസ്തേ നമസ്തേ. ഒരു 5000 പ്രാവശ്യം ജാനകിയമ്മയുടെ കാലിൽ വീണ് നമസ്കരിക്കണം ഈ പാട്ട് അല്ലേ? ഇത് ഒരു ടേക്കേ എടുത്തുള്ളൂ, ഒരൊറ്റ ടേക്കേ എടുത്തുള്ളൂ. പിന്നെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് തോന്നി ഒന്നുകൂടെ വേണോ, ഒരു സബ്ബായിട്ട് ഒരെണ്ണം എടുത്ത് വെക്കണമെന്ന് തോന്നി. ഒന്നുകൂടെ വെറുതെ എടുത്തു. പക്ഷെ ഇത് തന്നെയാണ് ഓക്കെ എന്ന് വെച്ചത്. ഇപ്പൊ ഞാനൊക്കെ പാടുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഞാൻ പാട്ടിനെ ഇങ്ങനെ പൊക്കിയെടുത്ത് കഷ്ടപ്പെട്ടാണ് കൊണ്ടുപോകണത്. പക്ഷെ ജാനകിയമ്മയൊക്കെ പാടുമ്പോൾ പാട്ട് അവരെ എടുത്തുള്ളൂ. ശരിക്കുള്ള പാട്ടുകാരനും അല്ലാത്തവരും തമ്മിൽ വ്യത്യാസം. അപ്പോൾ പാട്ട് നമ്മളെ എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ പാട്ടുകാരിയാവും, നമ്മൾ പാട്ടിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ പൂജ്യമാക്കും. അത് മനസ്സിലാക്കാം കേട്ടാ. ഓൾ ദി ബെസ്റ്റ് മകളെ. അപ്പൊ മോടെ ഗ്രേഡ് വേണ്ടേ? എന്തു പറഞ്ഞിരിക്കും എ ഗ്രേഡ് തന്നാലോ സങ്കടമാകും
പിന്നെന്ത് തരണേ സിധു? A+ അല്ല അല്ലേ സർ? A+ തന്നാലും സങ്കടമാകും. A ടോപ്പ് ആയാലോ? വെരി ഗുഡ്. A ടോപ്പ് ആണ് ഗ്രീൻ. താങ്ക് യു സർ. So congratulations, you are awarded A top. താങ്ക് യു. സന്തോഷായോ? ആ ഒരുപാട് നല്ല കമന്റ്സ് ഒക്കെ കിട്ടു, A top ഒക്കെ കിട്ടി, ഒത്തിരി സന്തോഷായില്ലേ? ആ ആയി. ഓക്കെ ശരി, ഓക്കെ. താങ്ക് യു. മലപ്പുറത്ത് നിന്നും പാട്ടിന്റെ മൊഞ്ചത്തിയായി നമ്മുടെ സ്വന്തം ടോപ്പ് സിംഗർ വേദിയിലെത്തിയ തീർത്ഥയാണ് അടുത്തതായിട്ട് പാടാൻ വരുന്നത്. വെൽക്കം തീർത്ഥ ഓൺ സ്റ്റേജ്. തീർത്ഥ, എന്തോ പാട്ടൊക്കെ നന്നായിട്ട് പഠിച്ചോ? പഠിച്ചു. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോ? അടിപൊളിയായിട്ട് പാടോ? പാടാൻ ശ്രമിക്കാം. ഓക്കെ, നല്ല സുന്ദരിയായിട്ടുണ്ട്. ചേച്ചി എപ്പോഴും മുടിയെ കുറിച്ച് പറയാറില്ലേ എസ്തർ ചേച്ചി? പറയാറുണ്ട്. നന്നായിട്ട് മുടി കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നന്നായിട്ട് പാടൂ. ഓൾ ദി ബെസ്റ്റ്. ജോൺസൺ മാഷ് ഹിറ്റില് ഇന്ന് ഞാൻ പാടാൻ പോകുന്നത് ഒരു കഥ ഒരു നുണക്കഥ എന്ന് പറഞ്ഞ സിനിമയിലെ അറിയാതെ അറിയാതെ ഈ പാട്ടാണ്. ജോൺസൺ മാഷ് ഹിറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ പറഞ്ഞു ഈ പാട്ട് നീ പാടിയാൽ മതിയെന്ന്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമുള്ള പാട്ടാണ്, നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. പദചലനങ്ങളിൽ പരിരംഭണങ്ങളിൽ പാടി മറന്നു ഞാൻ നിന്നു. പദചലനങ്ങളിൽ പരിരംഭണങ്ങളിൽ പാടി മറന്നു ഞാൻ നിന്നു. യഥാർത്ഥമായ ഗോപുരസീമകൾ ആശകൾ താനേ
നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ. ആ മെലഡിയിൽ ഇങ്ങനെ ആയിപ്പോയി. ഭയങ്കര രസമുള്ള വന്നു തുളുമ്പി, ഭയങ്കരമായിട്ട് തുളുമ്പി പോയി കേട്ടോ ഈ പാട്ട്. പാട്ട് എപ്പോഴും തുളുമ്പണം അല്ലെ, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തുളുമ്പിക്കൊണ്ടിരിക്കണം. ഈ പാട്ട് അവസാനിച്ചിട്ടും ആ പാട്ട് ഇങ്ങനെ ഫ്രീക്വൻസി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ എയർ. മ്യൂസിക് ഇൻ ദി എയർ എന്ന് പറയുന്നത് അതാണ് കേട്ടോ. അതിന് കാരണം ആരാ? ദ ഗ്രേറ്റ് തീർത്ഥ. തീർത്ഥമാണ് തെളിച്ചത് അല്ലെ. മ്യൂസിക്കിന്റെ തീർത്ഥം തെളിക്കുന്ന, തീർത്ഥം തളിക്കുന്ന, തെളിക്കുന്നില്ല, തളിക്കുന്ന തീർത്ഥം. മെഡിക്കാണ് കേട്ടോ. ആ ഇടയ്ക്ക് വോയിസിന് എന്തോ ഒരു പ്രശ്നം എനിക്ക് തോന്നി. ചരണത്തിന്റെ അവസാനത്തിൽ അതെന്താണ്? ഇടയ്ക്ക് മാത്രം വോയിസ്, പിന്നെയും ക്ലിയർ ആവും, പിന്നെയും വോയിസ് പോകുന്നു. അതെന്താ കാരണം? ട്രെയിൻ ഉണ്ടായിരുന്നു തൊണ്ടയ്ക്ക്, അതായിരിക്കും. അവസാനത്തെ പല്ലവി, അതിന്റെ ഏറ്റവും അവസാനം അവിടെയും എങ്ങനെയോ അങ്ങ് പാടി നിർത്തി അല്ലേ. ഒരു വല്ലാത്ത, പക്ഷെ അത്രയും സ്ട്രെയിനുള്ള ഒരു ഏരിയ അല്ലല്ലോ ശരിക്കും. അല്ല, തൊണ്ടയ്ക്ക് സ്ട്രെയിൻ ഉണ്ട്. തൊണ്ടയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും. ഓക്കെ 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 ഓക്കെ. അപ്പോ കൂടുതൽ പ്രാക്ടീസ് ചെയ്തോ മക്കളെ? ഇല്ല, പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ? പ്രാക്ടീസ് ചെയ്തു. ഓക്കെ. അപ്പൊ ശബ്ദമൊക്കെ സൂക്ഷിക്കണം കേട്ടോ. കാരണം നമ്മുടെ വോക്കൽ കോഡ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഓമനയായിട്ട് അതിനെ കൊണ്ട് നടക്കണം കേട്ടോ, എന്നാല് നന്നാവുള്ളൂ കേട്ടോ. അതിനെ കൂടുതൽ നമ്മൾ ഹാമ്പർ ചെയ്ത് അതിന് വൃത്തിയിടാക്കാൻ പാടില്ല കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് നമ്മുടെ ഈ പെർഫോമൻസ് ഉള്ള ദിവസങ്ങളിൽ ഒരുപാട് സംസാരിക്കരുത്. സംസാരിക്കാറുണ്ടോ? സംസാരിക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട്. നമ്മൾ വളരെ വിനയത്തോടുകൂടി സാർ ഞാനൊന്ന് പാടിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വോക്കൽ കോഡിനെ ഞാൻ സ്ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. സാർ ഒന്ന് പാടിക്കോട്ടെ എന്ന് ചോദിച്ചാലും അതും സ്ട്രെയിനാണ്. അപ്പോൾ ഇതിനിടയിലുള്ള ഒരു വോക്കൽ നമ്മൾ കണ്ടുപിടിക്കണം, നമ്മുടെ വോക്കൽ കോഡിന് സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിൽ. ഇപ്പൊ കൂടുതൽ വിനയം വേണ്ട, കൂടുതൽ ദോഷകരമായ രീതിയിൽ സംസാരിക്കണ്ട. നമ്മൾ നാച്ചുറലായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വോക്കൽ കോഡ് ഇൻടാക്റ്റ് ആയിരിക്കും. ഒരുപാട് സംസാരിക്കരുത് പാട്ടുകാർ. ഇനി സംസാരിക്കില്ല. അത്യാവശ്യം നമ്മൾ സംസാരിക്കുക, എല്ലാവരും സന്തോഷിപ്പിക്കുക, ഉത്തരങ്ങൾക്ക് പറയുക, അതാണ്. ഓക്കെ, അത് ശ്രദ്ധിച്ചാൽ മതി. പാട്ട് പാടിയത് അങ്കിളിന് ഏറെ ഇഷ്ടപ്പെട്ടു. ഇറ്റ് ഈസ് നോട്ട് എ ഈസി സോങ് ടു സിങ്. അതാണ്, ഒരുപാട് കാര്യങ്ങൾ തന്നെ അതിനകത്ത്, സംഗതികൾ ഒരുപാട് കിടപ്പുണ്ട് കേട്ടാ. അതെല്ലാം മനസ്സിലാക്കി ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള രീതിയിൽ അതിനെ കൺഫ്രണ്ട് ചെയ്യുന്നതാണ്. ചില ട്യൂൺസിനെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യുന്നത്, അതിലൂടെ നമ്മൾ വിജയങ്ങൾ കണ്ടെത്തും. ഓക്കെ, തീർത്ഥ, എന്തോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനകോടികളുണ്ട് ഇപ്പം ഈ പ്രോഗ്രാം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മനസ്സിലൊക്കെ എന്താ അറിയാതെ സംഗീതത്തിന്റെ തീർത്ഥം ഒഴിച്ചു. ഇത് കുറച്ചുകൂടെ സ്ട്രെയിൻ ഇല്ലാതെ കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് വോയിസിലായിരുന്നെങ്കിൽ ഒന്നുകൂടെ തീർത്ഥയ്ക്കുള്ള കഴിവ് മുഴുവൻ അതിനകത്ത് കാണിച്ചു, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിൽ കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ആയിട്ട് പാടിയിരുന്നെങ്കിൽ, അതുപോലെ അക്ഷരങ്ങൾ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഓപ്പൺ അപ്പ് ആകുമ്പോഴത്തേക്ക് അക്ഷരം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ആ അനുപല്ലവി എന്ന് പാടിക്കുക. അനുപല്ലവിയാണ് എനിക്ക് തോന്നിയത്. ഒഴുകി വന്നെത്തുന്ന കാറ്റിന്റെ ചുണ്ടുകൾ മധുരം വിളമ്പുന്ന യാമം, അടുത്ത ഒരു മുളം കാടിന്റെ രോമഹർഷങ്ങളിൽ പ്രണയം തുടിക്കുന്ന ഇതിനകത്ത് എല്ലാത്തിനും അക്ഷരം കുറച്ചുകൂടെ ഇത് കൊടുക്കാം. കാരണം ഇതിനകത്ത് അക്ഷരത്തിന് ഒരുപാട് പ്രോവനൻസ് ഉള്ള ഒരു പാട്ടാണ്. കാരണം ചില പാട്ടുകൾക്ക് ആ പാട്ടിന്റെ ട്യൂണായിരിക്കും ഒന്നുകൂടെ മുഴച്ചു നിൽക്കുന്നത്. ഇതിനകത്ത് രണ്ട് ഈക്വലായിട്ട് നിൽക്കുകയാണ്. അക്ഷരവും ഭയങ്കര ഭംഗിയായിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ ആ അക്ഷരങ്ങളൊക്കെ നല്ല ഒന്നുകൂടെ സ്ഫുടതയോടെ കുറച്ചുകൂടെ ലൗഡായിട്ട്. ഇന്ന് മോക്ക് വയ്യ, പക്ഷെ ഈ സ്ഥലങ്ങളൊക്കെ കറക്റ്റായിട്ട് പോയിട്ടുണ്ട്. ദ റൂട്ടിങ് ഈസ് കറക്റ്റ്. പക്ഷെ ഈ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, തീർത്ഥയുടെ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു സിംഗിങ് വന്നിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നേനെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? തീർത്ഥയെടുത്ത് വിശേഷം ചോദിച്ചിട്ട് ഒരുപാട് വർഷമായി. നല്ല വിശേഷം. നല്ല വിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ് നല്ലത്? നല്ല വിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ പാട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും
നല്ല അഭിപ്രായം പറഞ്ഞു. ഏത് പാട്ട്? സുറുമ കഴിഞ്ഞിട്ട് ആ സുറുമ കലക്കി. അത് എല്ലാരും പറഞ്ഞു. പിന്നെ വിശേഷം സിനിമയ്ക്കൊന്നും പോയില്ലേ? സിനിമ കാണാറൊന്നുമില്ലേ? സിനിമക്ക് ഇവിടെ തന്നെ ആയതുകൊണ്ട് പോവാൻ പറ്റിയില്ല. അല്ലേ കാണാറുണ്ടോ? കാണാറുണ്ട്. ലാസ്റ്റ് കണ്ട ഏത് സിനിമ? കൊറേ സുഡാനി. കോട്ടയം നസീറോ? അതല്ല, സുഡാനി ഫ്രം നൈജീരിയ. സുഡാനി ഫ്രം നൈജീരിയ. അത് മലപ്പുറത്തെ കഥ ആയതുകൊണ്ട് ഇഷ്ടമായിണ്ടാവും അല്ലേ? ഒരു നല്ല സിനിമയല്ലേ അത്? അസല് സിനിമ. സൗബിൻ ചേട്ടൻ. വെരി നൈസ്. ഓ മറ്റേ സുഡാനി എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ. ഞാൻ പെട്ടെന്ന് സുഡാനി ഫ്രം അങ്ങനെ ഉണ്ടോ? സുഡാനി ഫ്രം നൈജീരിയ. സുഡാനി എന്നല്ലേ ഉള്ളൂ? അല്ലല്ല, ഫ്രം നൈജീരിയ ഉണ്ട്. ഉണ്ടല്ലേ? അത് ഞാൻ വായിച്ചില്ല കേട്ടോ. അത് പുതിയ ആക്ടേഴ്സ് ആണല്ലേ അതിനകത്തല്ല? സക്കറിയ പറഞ്ഞിട്ടുള്ള ഡയറക്ടറാണ്. അതുപോലെ അമ്മമാരുണ്ടല്ലോ, സൗബിൻ ചേട്ടൻ ഉണ്ട് അതിന്റെ അകത്ത്. അമ്മമാരില്ലേ, ഒത്തിരി ഗംഭീരമായിട്ട് കണ്ടോ? പടം കണ്ടോ? സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ അങ്ങനെ ക്ലാസ്സിൽ പടങ്ങളൊക്കെ കാണത്തുള്ളല്ലേ? അച്ഛനും അമ്മയ്ക്കും അങ്ങനത്തെ സിനിമ ഇഷ്ടമുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് അതല്ലേ കാണാൻ പറ്റൂ. വിഷമമുണ്ടോ? ഇല്ല, നല്ല സിനിമയാണ്. ഒരു വിഷമത്തിന്റെ ഒരു ധ്വനി ഞാൻ കേട്ടു. അച്ഛനും അമ്മയ്ക്കും അങ്ങനെയുള്ള പടങ്ങളല്ലേ കാണിക്കുള്ളൂ, അതല്ലേ ഞങ്ങൾക്ക് കാണാൻ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നല്ല സിനിമയെ കാണാറുള്ളൂ. അതാണ് നല്ല സിനിമ. നല്ലതല്ലേ? ചീത്ത സിനിമ കൊണ്ട് പൈസ കളയണ്ടല്ലോ. എനിക്ക് പൈസയാണ് പ്രശ്നം. ചീത്ത സിനിമ കണ്ട് പൈസ കളയണ്ട, നല്ല സിനിമ കണ്ട് കഴിഞ്ഞാൽ പൈസ തിരിച്ചു കിട്ടുമോ? കിട്ടൂലെങ്കിലും അതിന് ഒരു ആത്മസംതൃപ്തി അല്ലേ? തീർത്ഥക്കുട്ടി അസലായിട്ട് പാടി. നല്ല സോങ് സെലക്ഷൻ, അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ മനസ്സിലിങ്ങനെ നിൽക്കുന്ന ഈ പാട്ട്. ഒരാൾ വന്ന് പാടി കഴിയുമ്പോൾ ആ ഇമ്പാക്ട് ബാക്കി നിൽക്കും. സാറ് പറഞ്ഞ മാതിരി എനിക്ക് തോന്നിയത് വീണ്ടും ഈ വോയിസിന്റെ വേരിയേഷൻ എന്ന് പറഞ്ഞത് ശ്വാസത്തിന്റെ തന്നെയാണ്. ശ്വാസം കിട്ടാഞ്ഞിട്ടാണ്. തൊണ്ടയുടെ സ്ട്രെയിൻ ഉണ്ടാവുമായിരിക്കും, പക്ഷെ എനിക്ക് തോന്നിയത് പല സ്ഥലത്തും ബ്രീത്ത് എത്താത്തതുകൊണ്ട് ഇങ്ങനെ ഇതായിട്ട് പോവാ. ഇപ്പം എം ജെ അങ്കിള് പറഞ്ഞു തന്നില്ലേ തീർത്ഥയുടെ വോയിസ്, അതായത് വോളിയം കുറച്ച് സംസാരിച്ചാലും സ്ട്രെയിൻ ആണ്, കൂടുതൽ ഉറക്കെ സംസാരിച്ചാലും സ്ട്രെയിൻ ആണെന്ന്. സിതാര ചേച്ചിക്ക് വോയിസ് ട്രെയിനർ ഉണ്ട്, അപ്പോൾ ലിജോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് വോളിയം ഇങ്ങനെ കുറച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ടീച്ചേഴ്സിൻ്റെ അടുത്താകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പം എം ജെ അങ്കിളിൻ്റെ അടുത്തൊക്കെ ഞാൻ എത്തുമ്പോൾ പല സമയത്ത് നമുക്ക് സ്റ്റുഡിയോയിൽ എത്തുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ കൊണ്ട് കുറച്ച് ശബ്ദം കുറച്ച് സംസാരിക്കുക. അപ്പം അദ്ദേഹം പലതവണ എന്നോട് പറഞ്ഞു, ശരിക്കും വോളിയം കൂട്ടി സംസാരിക്കണേക്കാട്ടിലും ബുദ്ധിമുട്ട്, അതിലും സ്ട്രെയിൻ ആണ് സത്യത്തിൽ വോളിയം കുറച്ച് സംസാരിക്കാൻ. അങ്ങനെ ഹി ഹാപ്പൻ ടു വാച്ച് ദ ഷോ, നമ്മുടെ ഷോ ഇങ്ങനെ കണ്ടിരുന്നു അദ്ദേഹം. അപ്പോൾ എന്നോടൊരു ഉദാഹരണമായിട്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? എം ജി ശ്രീകുമാർ സാർ സംസാരിക്കുന്ന കാര്യം ശ്രദ്ധിക്കാൻ പറഞ്ഞു എന്നോട്. കാരണം അദ്ദേഹം സംസാരിക്കുന്ന സമയത്തും പാടുന്ന സമയത്തുമുള്ള ലെവൽ ഇല്ലേ, അങ്കിൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഭയങ്കര പ്രസൻസിലാണ് വോയിസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് പാടിയാലും അതേ പ്രസൻസിലാണ് പാട്ട് വരുന്നത്. അതൊരു ഉദാഹരണമായിട്ട് കണ്ടിട്ട് അത് കേട്ടിട്ട് പഠിക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെയാണ് വേണ്ടത്, അത് അങ്ങനെ എൻഗേജ് ചെയ്ത് വെക്കുകയാണ് വോയിസിനെ ശ്വാസം കൊണ്ട്. അപ്പം അത് എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് സ്ട്രെയിൻ ഉള്ള സമയത്ത് അതുകൊണ്ട് ഈ പിറുപിറുക്കില്ലേ, അത് ഭയങ്കര സ്ട്രെയിൻ ആണ്. നെവർ ഡു ദാറ്റ്. അപ്പം ഇതൊക്കെ മനസ്സിൽ വെക്കുക. തീർത്തും നല്ല സിംഗറാണ്. പിന്നെ ശ്വാസം ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സസൈസ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. അപ്പോൾ തീർത്ഥക്കുട്ടിക്ക് ഗ്രേഡ് റെഡിയാണ്. അത് മറ്റൊന്നുമല്ല, Correct. A grade. Congratulations, you are awarded A grade for the beautiful song. താങ്ക് യു. സന്തോഷായില്ലേ? അടിപൊളിയായി. പാട്ടിന് നല്ല കമന്റ്സ് ഒക്കെ കിട്ടി, എ ഗ്രേഡ് കിട്ടി. സന്തോഷായില്ലേ? അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ ഇതുപോലെ അടിപൊളിയായിട്ട് പാടണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു തീർത്ഥ. ടോപ്പ് സിംഗറിന്റെ സ്വന്തം ലഡു, ഗുണ്ടുമണി, ഗ്രിൽ, ഇങ്ങനെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം വൈഷ്ണവി കുട്ടിയാണ് അടുത്തതായിട്ട് പാടാനെത്തുന്നത്. വെൽക്കം വൈഷ്ണവി ഓൺ സ്റ്റേജ്. ക്രിസ്മസ് അമ്മുമ്മയാണോ? ക്രിസ്മസ് അപ്പൂപ്പന് വരെ അമ്മുമ്മയായിട്ട് അമ്മുമ്മയെ ക്രിസ്മസ് അമ്മുമ്മയാണ്. ക്രിസ്മസ് അമ്മൂമ്മയല്ല, പിന്നെ ആരാ? ഞാൻ പാടാൻ പോകുന്ന പാട്ട് രാത്രി പൊത്തിരി പുഞ്ചിരി ചെപ്പോ. പക്ഷെ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നുന്ന ഒരു അമ്മൂമ്മ, ക്രിസ്മസ് അമ്മൂമ്മ പോലെയാണ് തോന്നുന്നത്. ക്രിസ്മസ് അമ്മൂമ്മ വൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ട്, വൈറ്റ് ഷൂസ് ഇട്ടിട്ട്, തൊപ്പിയൊക്കെ വെച്ച്, കിരീടമൊക്കെ വെച്ച്. എന്തിയാ സമ്മാനം? ക്രിസ്മസ് അപ്പൂപ്പന്റെ അമ്മൂമ്മയൊക്കെ വന്ന സമ്മാനം തരണം. ചേടാ, മിഠായി തരണം, കേക്ക് തരണം. എനിക്കറിയത്തില്ലായിരുന്നു അത്. അങ്ങനെ അറിഞ്ഞൂടാതെ വന്നിട്ട് കാര്യമില്ല. ഇത് പാടിക്കഴിഞ്ഞ് വാങ്ങിച്ചു തരുമോ ഞങ്ങൾക്ക് എല്ലാവർക്കും?
തരോ? ഒരു ദിവസം വാങ്ങിച്ചു. ഒരു ദിവസം ഒന്നും പറ്റില്ല, ഇപ്പോഴും പാടി കഴിഞ്ഞാൽ ഉടനെ. ഇപ്പോഴോ? ആ പ്രാക്ടിക്കലായിട്ട് പറയാ, അവൾക്ക് മനസ്സിലായി. പക്ഷേ ഇല്ല. ഇല്ല, അതാണ് സമ്മാനം ഇല്ല. അല്ല, അച്ഛന്റെ കയ്യിൽ പേഴ്സ് ഇല്ലേ? പേഴ്സ് ഉണ്ടോ അച്ഛൻ്റെ കയ്യില്? ആ പൈസ ഉണ്ടോ? ഉണ്ട്. അമ്മയച്ചയൊക്കെ വന്നിട്ടുണ്ടോ? അമ്മയച്ചയൊക്കെ വന്നിട്ടുണ്ടോ? ഇന്നെന്റെ എന്റെ ഫാമിലിയുടെ ഉണ്ട്. അപ്പൊ അവരെന്തേരും ഡാൻസും ചെയ്യുന്നുണ്ട്. അപ്പൊ എളുപ്പമായി. എനിക്ക് വയ്യ ദൈവമേ. ചോദിക്കാലോ. അപ്പൊ സുഖമായിട്ട് ചോദിക്കാം, അവരോട് നേരിട്ട് തന്നെ ചോദിക്കാം അല്ലേ? അതെ. വിളിച്ചിട്ട് വാ എല്ലാരും. ചെല്ലൂട്ടോ. ഇത് എന്റെ അമ്മ, ഇതെന്റെ അച്ഛൻ. നമസ്കാരം, വെൽക്കം ടു ടോപ്പ് സിംഗർ. നമസ്കാരം സർ. കാണാറുണ്ട് മോളെ പറ്റി എന്താണ് മനസ്സിലുള്ള ഒരു അഭിപ്രായം? അഭിപ്രായം ഒന്നല്ല, മോൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതും ടോപ്പ് സിംഗറിൽ ഫ്ലവേഴ്സ് ചാനലിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് വലിയൊരു ഭാഗ്യം. എവിടാ ശരിക്കുള്ള സ്ഥലം? എവിടാണ്? എൻ്റെ സ്ഥലം ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂര്. വൈഫോ? എൻ്റെ അമ്മയുടെ വീട് കുമാരനല്ലൂർ, കോട്ടയം. ഞാൻ ചോദിച്ചില്ല, പേര് ചോദിച്ചില്ല. എൻ്റെ പേര് അനിൽ എന്നാണ്. അനിൽ. സീമ എന്നാണ് എൻ്റെ പേര്. ഒരു മോളേ ഉള്ളൂ. ആ, ഒരു മോളേ ഉള്ളൂ. അതെ. എന്തിനാ കൂടുതല്? ഈ ഒരൊറ്റ ഒരു ചിമിട്ട് മതിയല്ലോ ഒരെണ്ണം. ചിമിട്ടോ? നീ അമ്മൂമ്മ പോട്ടെ, സാരമില്ല. അമ്മൂമ്മയോ? ആ. അത് പറ്റത്തില്ല. ഇവ എന്തോ ചെയ്യാനാ? കണ്ടിട്ട് എനിക്ക് തോന്നുന്ന പിന്നെ ക്രിസ്മസിന്റെ ഇത് തൊപ്പിയില്ല, മറ്റേ ക്രിസ്മസ് അപ്പൂപ്പനെ ഒരു അമ്മൂമ്മ. അമ്മൂമ്മ. അമ്മൂമ്മേ? ആ ആ, അമ്മൂമ്മ പേരെപ്പോഴാ മാറ്റാന്നറിയോ? ഫ്രണ്ടില് 4 പല്ല് വരില്ലേ, അപ്പൊ അമ്മൂമ്മ എന്നുള്ള പേര് മാറ്റും അല്ലേ, എന്നിട്ട് വേറെ പേരിടും. ശരി. എവിടെ സെറ്റിൽഡ്? ഹൈദരാബാദാണ്. ഞാൻ ദുബൈയിലായിരുന്നു. ദുബൈയിൽ നിന്ന് ഒരു 6 മാസം മുമ്പേ ജോലി എനിക്ക് സാഹചര്യം ഉണ്ടായി തിരിച്ചു വരേണ്ടി വന്നു. ഇപ്പൊ ഞങ്ങൾ സെറ്റിൽഡ് ഹൈദരാബാദിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് കുടുംബമായിട്ട് ചേർന്നിട്ടൊരു ഷോ ആണ് അല്ലേ ഇപ്പോഴും? അതെ. എന്താ? അതെ. ഞാൻ അവിടെ ചോദിച്ചു, ഇവിടെ അമ്മൂമ്മയുടെ ചോദിച്ചില്ല. മോക്ക് ഞങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോ തൊട്ട് അവക്ക് ചിരി വരുമോ, എങ്ങനെ ചെയ്യും എന്നുള്ള ഇതില്. നോക്കാം നമുക്ക് അച്ഛനും അമ്മ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അച്ഛനായിട്ട് തന്നെ അഭിനയിക്കണേ, പള്ളിയിലച്ഛനാന്ന് മാത്രം. ഓൾ ദി ബെസ്റ്റ് മാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.
Claus. Come, come, come in our hearts and homes. Jingle, jingle bells, Uncle Santa Claus. Come, come, come in our hearts and homes. Shandama, Yamini, Punyaya, Medini, Kanyamadaavin Poongalathil, Manninum Minninum Eganathan, Unneshameshiha, Saumyanai Veenurangi. Thank you. ഓ സൂപ്പർ ആയിരുന്നു പറഞ്ഞ സൂപ്പർ ആയിരുന്നു. ദേ ഇതാരായിരിക്കും അറിയാവോ? Santa Claus Jayachandran uncle. Hi. ജയചന്ദ്രൻ സാന്താ ക്ലോസ്. Hi. ഞാൻ വിചാരിച്ചു മോള് മേളി പാടുമ്പോഴൊക്കെ അവിടെ എത്തുമോ എന്നൊക്കെ പേടിച്ചു. പക്ഷെ അവിടെ കൃത്യമായിട്ട് എത്തി കേട്ടോ. ഇതെങ്ങനെ പറ്റുന്നത്? എനിക്ക് പറ്റുന്നില്ലല്ലോ. ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാവോ? അവിടൊക്കെ പോയല്ലോ. എന്താ Unneshameshiha. അയ്യോ എനിക്ക് പറ്റുന്നില്ല. ഞാൻ പാടി നോക്കട്ടെ. ഉണ്ണിയേശു എങ്ങനെ പറ്റുന്നില്ല. അയ്യോ അതെന്താ? പഠിപ്പിച്ചു കൊടുത്തു, ശരിക്കും പഠിപ്പിച്ചു കൊടുക്കോ? ഉണ്ണിയേശു പാവട. ആണോ? Unneshameshiha. ഓ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര 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 സംഭവം തന്നെ കേട്ടോ. ഓ, എന്താ ചെയ്യാനാ? ഞാനിവിടെ ജഡ്ജായിട്ടിരുന്നിട്ട് എനിക്ക് അവിടെ പോകാൻ പറ്റുന്നില്ല, ആ ഏരിയയിലോട്ട്. അമ്മൂമ്മ അങ്ങ് കേറിപ്പോയി മേലോട്ട്. അമ്മൂമ്മയോ? ആ അമ്മൂമ്മേന്നെ വിളിക്കത്തുള്ളൂ. ഇനി അസൂയ, അതെന്താ? എനിക്ക് അസൂയ ഇങ്ങനെ പാടിയാൽ. കണ്ടോ? അസൂയ കുശുമ്പാണെന്ന്. ഇത്ര നന്നായിട്ട് പാടിയില്ലേ? ആ അങ്കിളിന് പാടാൻ പറ്റണില്ലല്ലോ. ജലസിയാ. ജലസിയായി. അമ്മൂമ്മയ്ക്ക് പോകുന്നുണ്ട്, എനിക്ക് പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് ജലസിയ. അതുകൊണ്ട് അമ്മൂമ്മന്ന് വിളിക്കണേ. പോട്ടല്ലേ, പാവം, സങ്കടം തീർക്കാൻ വിളിച്ചോട്ടെ. ആ പാവം. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ കാണാനും. മോടെ പാട്ടും പിന്നെ ഇവിടെ ഉണ്ണിയേശുവിന്റെ ജനനവും പിന്നെ ഫാദറും എൻ്റെ മോടെ അമ്മയും ബാക്കി എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഡാൻസേഴ്സും കോറസും ഗ്രൂപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് സോ കളർഫുൾ, സോ കളർഫുൾ. എന്തായാലും എൻ്റെ അമ്മൂമ്മ കൊണ്ടു തന്ന ക്രിസ്മസിന് വണക്കം. വണക്കം. ഇപ്പം മോക്ക് വേണ്ടി നടക്കുകയല്ലേ ജോലിയെല്ലാം കളഞ്ഞിട്ട്? അതെ അതെ അതെ. ഇവിടെ എല്ലാവരും അങ്ങനെയാണെന്ന് തോന്നുന്നു. നേരത്തെ ആദിത്യൻ്റെ കാര്യം ചോദിച്ചാൽ ആദിത്യൻ പറഞ്ഞു ഇതുപോലെ അച്ഛനും അമ്മയും അവരുടെ ജോലിയെല്ലാം ഉപേക്ഷിച്ചിട്ട് മോൻ പാടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അമ്മൂമ്മ പാടാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്തെങ്കിലും നോക്കുന്നുണ്ടോ? വർക്ക് വല്ലതും? അതെ, ഞാൻ ആക്ച്വലി പോകാനിരുന്നതാണ്. അപ്പോഴാണ് മോളുടെ ഈ പ്രോഗ്രാം ഒക്കെ വന്നത്. അപ്പൊ എന്തായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്? ഞാൻ അവിടെ ഒരു HR ഓഫീസറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. HR ഓഫീസർ. അപ്പൊ ഗ്യാസ് ആൻഡ് ഓയിൽ കമ്പനിയിലായിരുന്നു അച്ഛൻ. പറഞ്ഞോട്ടെ. കൊച്ചുവായിൽ കള്ളവില്ലല്ലോ. അച്ഛന് ടെൻഷനായി മോളെ. എന്നിട്ട് ഏത് ഓയിൽ കമ്പനിയാ? അബാൻ. എല്ലാം അറിയാം. പറയാൻ സമ്മതിക്കൂല കേട്ടോ. ഞാൻ ജൂലൈയിലായിരുന്നു തിരിച്ചു വന്നത്. ഓഗസ്റ്റില് വെള്ളപ്പൊക്കത്തില് ഞാൻ എൻ്റെ വീട് ചെങ്ങന്നൂരാണ്. അപ്പോൾ വീട്ടിലെല്ലാം വെള്ളം കയറി, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. 2 മാസം വീട്ടിലെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയൊക്കെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മോളുടെ പ്രോഗ്രാം തുടങ്ങി. പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. പോണം, എന്തായാലും പോകും ഞാൻ. എന്തായാലും ഒരു നല്ല ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേറെ ഒന്നുമല്ല, നല്ല മനസ്സാണ്. നല്ല മനസ്സുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ നല്ല ഒരു മോളെ കിട്ടിയത്. നല്ല പാടുന്ന നല്ല മിടുക്കി അമ്മൂമ്മ കുട്ടിയെ കിട്ടിയത്. ഓക്കെ, നന്നായിട്ട് പാടി മോളെ, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സോ മച്ച്. സാന്റാ ക്ലോസ്. ഹലോ. എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കും സാന്റാ ക്ലാസിനോട് പാട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു സാന്റാ ക്ലോസ്? കാരണം വായിക്കാത്ത മുഴുവൻ മുടി കയറിപ്പോയി. അയ്യോ അയ്യോ, എന്നാ ഓരിക്കോയം ചേച്ചി. സൂപ്പർ ആയിരുന്നു എന്നാ പറയണേ. താങ്ക് യു. അയ്യോ മക്കളെ എന്തോ
ഞാനിങ്ങനെ സാന്റാക്ലോസിന്റെ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. നമ്മളെല്ലാവരും പല പാതകളിലും, ഞാൻ തന്നെ കുറേ നാള് ഒരു വർക്കും ഇല്ലാതെ വീട്ടിൽ ഇരുന്ന അവസ്ഥകളുണ്ട്. ഇപ്പം ഞാൻ പലപ്പോഴും എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇപ്പം ഞാൻ ഈ വർക്കിന് നിവേദ്യം എന്നുള്ള സിനിമയുടെ ഒരു കഥയാണ്. അത് ആ സമയത്ത് ഒരു വർക്കും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ്. സംഗീത സംവിധായകനായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്ന് തന്നെ സംശയമുള്ളതാണ്. അപ്പോൾ ഞാൻ പ്രിയടുത്ത് പറഞ്ഞു, ഇത് നമുക്ക് വിജയിക്കുകയാണെങ്കിൽ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നമുക്കിത് നിർത്തി വേറെ ഏതെങ്കിലും ജോലിക്ക് പോകണം. അതുപോലെയുള്ള ഘട്ടങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവും. പക്ഷെ ആ ഘട്ടങ്ങളിൽ നിന്നൊക്കെ ഈശ്വരനുണ്ടല്ലോ, തീർച്ചയായിട്ടും നമ്മളെ വേറൊരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് തരുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും ഉണ്ട്. താങ്ക് യു വെരി വെരി മച്ച്. പിന്നെ നമുക്ക് എന്തിനെ കുറിച്ചാണ് നമുക്ക് അഹങ്കരിക്കാനുള്ളത്? ഒന്നിനെ കുറിച്ച് അഹങ്കരിക്കാനില്ല. ബൈബിളിൽ പറയുന്നുണ്ട്, നിന്റെ ചിന്ത നിന്റേതല്ല, നിന്നെ അയച്ചവൻ്റെതാണ്. ഇപ്പൊ ഞാൻ മ്യൂസിക് തന്നു, ഞാൻ വെറുതെ വിചാരിക്കുന്നതാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ശരിക്ക് അത് അവിടുന്ന് ആ ചിന്ത തരുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് ശരിയാണ്. ഞങ്ങൾ അവിടുന്ന് വിട്ടു പോന്നപ്പം ഒത്തിരി വിഷമിച്ചു. പാട്ടിന് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടെന്നുള്ള ധാരണയിലായിരുന്നു ഞാൻ. അവിടെ 3 years ആയപ്പോ തൊട്ട് മോക്ക് എന്നുവെച്ചാൽ ചെറുതിലെ തൊട്ട് സ്റ്റേജും മൈക്കും കണ്ടാൽ ഞങ്ങളെ വിട്ടിട്ട് അങ്ങ് ഓടും, എവിടെ പാട്ടുണ്ടെങ്കിലും. പിന്നെ അഥവാ പാടാൻ പറ്റില്ലെങ്കിൽ ഇരുന്ന് കരയും, പാടാൻ പറ്റിയില്ല, അപ്പൊ എനിക്ക് പോയി പാടണം. അപ്പൊ അങ്ങനെ കുറെ ഏതെങ്കിലും പാട്ടമ്മ പ്ലേ ചെയ്ത് തരുമ്പോ അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ അമ്മയുടെ അടുത്ത് പിന്നെ വെക്കാൻ പറയും. കണ്ടോ, ഇപ്പൊ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഈ ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞൊരു വേദി. അതാണ് എനിക്ക് അവിടുന്ന് വിട്ട് വിഷമം വന്നപ്പോ, പക്ഷെ അതിനേക്കാളും നല്ലൊരു അവസരം ഇവിടെ കാത്തിരിക്കുന്നു എന്നുള്ള ഇതില് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ആണ് ഏറ്റവും വലിയ വേദി മോക്ക് ഒരുക്കിയിരിക്കുന്നുള്ളത് കിട്ടിയപ്പോഴാണ് അറിഞ്ഞത്. അതിന് ഏറ്റവും വലിയ സങ്കടം അവിടെ ഉണ്ടായിരുന്നു, അതിനേക്കാൾ ഏറ്റവും വലിയ സന്തോഷം ഇവിടെ വന്നപ്പോ കിട്ടി. തീർച്ചയായിട്ടും ഇതിനപ്പുറം സന്തോഷം എന്താണ്? ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. And she is becoming a star, a real star she is. Thank you. ഇന്നിപ്പോ പാടിയ അവസാനത്തെ പോർഷൻ ഉണ്ടല്ലോ, I was speechless. കൃത്യമായിട്ട് പാടി, ഭയങ്കര ഫീലായിരുന്നു. മാത്രമല്ല നമ്മളെ ആകാശത്തോളം യേശുനാഥന്റെ ഒരു രാജ്യത്തിലേക്ക്, ആ സ്വർഗരാജ്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന പോലെ ഇങ്ങനെ എലിവേറ്റ് ചെയ്തെടുത്തോണ്ട് പോകുമായിരുന്നു ശരിക്കും. എന്നിട്ട് ശ്രീമാരേട്ടന് പാടി കൊടുക്കുകയും ചെയ്ത കറക്റ്റ് നോട്ട്സ് ഇങ്ങനെ പാടി കൊടുക്കുക. ശരിയല്ലേ, പാടാൻ പറ്റും, പക്ഷെ പാടാൻ പറ്റില്ലായിരുന്നു. അതൊട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോ കുഞ്ഞാണ്. ബൈബിളിൽ തന്നെയുള്ള വേറൊരു വചനം പറയാം, അതായത് നീ നിന്റെ വിനയവും അറിവും കൊണ്ട് ജീവിതത്തെ മോടി പിടിപ്പിക്കുക. എപ്പോഴാണ് വിനയം വരുന്നത്? വിനയം വരുന്നത് നമുക്ക് അറിവില്ല എന്നുള്ള അറിവ് വരുമ്പോഴാണ്. നമുക്കൊന്നും അറിഞ്ഞൂടാ എന്ന് അറിയുമ്പോൾ നമുക്ക് വിനയം വരും. ആ വിനയം കൊണ്ട് ജീവിതത്തെ മോടി പിടിപ്പിക്കണം എന്നാണ്. ഈ മകൾ നിങ്ങളുടെ ജീവിതങ്ങൾ ആ സംഗീതത്താൽ, ആ വിനയത്താൽ, ആ അറിവാൽ തീർച്ചയായിട്ടും മോടി പിടിപ്പിക്കാൻ പോവാണ്, ഒരു സംശയം വേണ്ട. അപ്പൊ നമുക്ക് രാത്രി പൂത്തിരി ഇതെല്ലാം വെച്ച് നമുക്ക് ആഘോഷിച്ചോണ്ടിരിക്കാം. മേരി ക്രിസ്മസ്. വെരി വെരി ക്രിസ്മസ്. ചക്രമുത്തേ, എന്താ സിതാരൻറ്റി? എന്തൊരു രസമായിട്ടാണ് പാടിയത്. നോ വേർഡ്സ്, ഒന്നും പറയാനില്ല. ആ പാട്ട് ഇങ്ങനെ മാത്രല്ല, ആ പെർഫോമൻസ് ഭയങ്കര ക്ലീൻ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എന്ത് രസമായിട്ടാണ് നിങ്ങൾ ആക്ട് ചെയ്തത്. അവിടെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, ശരിക്കും ഒരു ക്രിസ്മസ് ഫീൽ ഉണ്ടായിരുന്നു. ഒരു സിനിമയിലുള്ള ഒരു രംഗം കാണുന്ന അത്രയും മനോഹരമായിരുന്നു ഈ വേദിയിലുള്ള ഓരോ ആക്ഷൻസും ഓരോന്നും. മാത്രമല്ല മോളുടെ പാട്ടിന്റെ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത്, ശബ്ദത്തിന്റെ ഒരു തെളിമ,
അതിങ്ങനെ പാടി പാടി വന്ന അവസാനത്തെ ഇപ്പം MJ സാറ് പറഞ്ഞ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ എത്തിയപ്പോൾ ശരിക്കും ഡിവൈൻ ആയിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു പ്രസൻസ് ഫീൽ ചെയ്തു. നമ്മളെല്ലാവരും ഇവിടെ നിന്നിട്ട് ഒരു സെക്കൻഡ് ഇങ്ങനെ ശ്വാസം ഒന്ന് ഇതായി, എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ആ ഒരു മൊമെന്റ്, അത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ചില മൊമെന്റ്സ് ആണ്. അത് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് വിചാരിക്കുകയാണ്. സോ ബ്ലെസ്ഡ് യു ആർ. ഇങ്ങനെ ഒരു മോളുണ്ട്, അതേപോലെ തന്നെ മോളും ഇങ്ങനെ രണ്ട് പേരൻസിന്റെ ചെല്ലക്കുട്ടിയായിട്ടാണ് ഇങ്ങനെ വളർന്നു വരുന്നത് അല്ലേ. നല്ല മോളാണ് കേട്ടോ അവള് ഭയങ്കര സ്വീറ്റ് ആണ്, അവൾക്ക് കള്ളത്തരമേ ഇല്ല. ഇതേമാതിരി എപ്പോഴും ഒരു സോളിഡ് ഹാപ്പി ഫാമിലി ആയിട്ട് ഇരിക്കട്ടെ. ഓൾ പ്രേയേഴ്സ് ആൻഡ് ഓൾ ഗുഡ് വിഷസ്. മുത്താണ് കേട്ടോ. ലവ് യു സോ മച്ച്, ലവ് യു സോ മച്ച്. വണ്ണം വെച്ചോണ്ടിരിക്കാന്ന് അതേ ഉള്ളൂ ഏറ്റവും വലിയ ടെൻഷൻ. ഒരുപാട് കഴിക്കോ? ഭക്ഷണം ഒരുപാട് കഴിക്കൂ? അതെ സാർ, കഴിക്കും. എല്ലാം കഴിക്കും. അത് കുറച്ച് കുറയ്ക്കണം, ഇല്ലെങ്കിൽ ഉരുണ്ട് പോവും. പിന്നെ വരുന്ന ആരെങ്കിലും തട്ടിക്കൊണ്ട് വരും വാള് പോലെ, ഇല്ലേ? അതുകൊണ്ട് കുറച്ച് ഭക്ഷണം ഇങ്ങനെ കുറച്ച് ടിങ് 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 ആയിട്ട് കുറേ. ഇപ്പം രാത്രി ഡയറ്റിംഗ് ഒക്കെ ഉണ്ട് അത്ര, ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുള്ളൂന്ന്. അച്ചോടാ അല്ല സിത്തു, ഫ്രൂട്ട്സ് ആണെങ്കിലും ഒരു 2.5 കിലോ ആപ്പിൾ അതൊക്കെയാണ്. ആപ്പിൾ കൊടുത്തു കഴിയുമ്പോ പറയും ഒരു ആപ്പിൾ കൂടെ വേണം. ഞാൻ കണ്ടുപിടിച്ചു. മെല്ലെ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്താൽ മതി. ഫുഡൊക്കെ ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചോളൂ. ഐസ്ക്രീം അങ്ങനത്തെ ഒന്നും ജങ്ക് ഫുഡൊന്നും കഴിക്കണ്ട. ബർഗർ, പിസ്സ അങ്ങനത്തെ ഒന്നും വല്ലപ്പോഴും കഴിച്ചാൽ മതി. പക്ഷെ നല്ലോണം എക്സസൈസ് ചെയ്യണം കേട്ടോ, ഓടി ചാടി കളിച്ചിട്ട്. ഓക്കെ ചക്രേ, ലവ് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് കണ്ണാ. ഓടി ചെന്നിട്ട് സിദ്ധു ചേച്ചിക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് വരെ ചെല്ലേ. അപ്പൊ ഇനി മോക്ക് എന്ത് ഗ്രേഡ് തരാനാണ് നമ്മള്? എനിക്കറിയത്തില്ല. എന്നാലും ഒരു ഗസ്. എ ആണോ, ബി ആണോ, എ ആണോ? പോരട്ടെ, പറഞ്ഞോ. എ അൾട്ടിമേറ്റ്. അത് നിർത്തി, അത് നിർത്തിപ്പോ കൊടുക്കുന്നില്ല. അത് തൽക്കാലം അതിനെ നിർത്തി വെച്ചിരിക്കുക. ഈ അങ്കിള് പറഞ്ഞ അത് വെച്ച് സേഫിൽ വെച്ച് പൂട്ടിയേക്കാൻ പറഞ്ഞു. സേഫിൽ വെച്ച് പൂട്ടാണോ? അതെന്താ? ഈ അങ്കിളാ പറഞ്ഞത് മറ്റേ ലോക്കറിൽ വെച്ച് പൂട്ടിയേരെ ഇനി പറയുന്നവരെ എടുക്കണ്ടെന്ന് പറഞ്ഞു. ഈ അങ്കിള് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയ്യോ, ഇനി എന്തുവാ ചെയ്യാൻ പറ്റുന്ന? ഞാൻ ഒരു കാര്യം പറയാം. അവിടെ ഒരു പ്രാവശ്യം അച്ഛനെ കെട്ടിപ്പിടിച്ച എ ഗ്രേഡ്. അച്ഛനെ ഹഗ് ചെയ്ത എ ഗ്രേഡ്. അച്ഛനെ ഹഗ് ചെയ്ത ഒരു പ്രാവശ്യം, അച്ഛനെ അമ്മയും കൂടെ ഹഗ് ചെയ്താൽ A+ കിട്ടും. 3 പേരും കൂടെ ഇങ്ങനെ ഹഗ് ചെയ്ത് പിടിച്ചു നിന്നാൽ A ടോപ്പ് കിട്ടും. ഏത് വേണം? 3 പേരും കൂടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചെന്നോ, അപ്പൊ A ടോപ്പ് കിട്ടും. അച്ഛോ, കിട്ടിയില്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്കിള് പറഞ്ഞെന്നറിയോ? ഇതുപോലെ ഒരുമിച്ച് സന്തോഷമായിട്ട്. സോ കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് A top for the song. സന്തോഷായോ? സന്തോഷായി. ഓക്കെ, അടുത്ത പ്രാവശ്യം ഇതുപോലെ തന്നെ പാടണം കേട്ടോ. സൂപ്പർ ആയിട്ട് പാടണേ. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ ജഡ്ജസ്, ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് ടോപ്പ് സിംഗർ അല്ലേ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ആരാണ്? ഇന്നത്തെ ബെസ്റ്റ് ബെസ്റ്റ് പെർഫോമർ വൈഷ്ണവി കുട്ടി. ലൈൻ ഡേറ്റ് സിറപ്പ് നൽകുന്ന ഒരു ഗിഫ്റ്റ്, ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് കൊടുക്കുന്ന അടുത്ത ഗിഫ്റ്റ്. വണ്ടർലാ നൽകുന്ന ഒരു കോംപ്ലിമെന്ററി പാസ്. Costume courtesy for MG Srikumar, MGS Shirts.